'Cause if you keep on trying, then you'll hit that supernova. Beats. Active cell. The cell with the dark boundary around it is called the active cell. It is also called the cell or the current cell. The boundary is called the cell pointer. It indicates the current active cell. ഡാർക്ക് ബൗണ്ടറിയോട് കൂടിയിട്ടുള്ള സെല്ലാണ് ആക്റ്റീവ് സെല്ല് എന്നറിയപ്പെടുന്നത്. ഇതിനെ കറണ്ട് സെല്ല് എന്നും വിളിക്കുന്നുണ്ട്. അതുപോലെ ഈ ബൗണ്ടറിയെ സെൽ പോയിന്റർ എന്നാണ് വിളിക്കുന്നത്. ആക്റ്റീവായിട്ടുള്ള കറണ്ട് സെല്ലിനെ ആണ് സൂചിപ്പിക്കുന്നത്. നെയിം ബോക്സ്. The name of the active cell will be shown in the name box. To make a cell active, you can either use the mouse or arrow keys on the keyboard to select it. ആക്റ്റീവായ സെല്ലിൻ്റെ നെയിം ബോക്സിൽ കാണാവുന്നതാണ്. നമുക്കൊരു സെല്ലിനെ ആക്റ്റീവ് ആക്കാൻ വേണ്ടി മൗസോ അതല്ലെങ്കിൽ കീബോർഡിലെ ആരോ കീസോ ഉപയോഗിക്കാവുന്നതാണ്. റേഞ്ച് ഓഫ് സെൽസ്. A group of neighboring cells that touch each other is called the range of cells. It generally takes the shape of a rectangle or square. A range is written by specifying the address of the first and last cell of the range. For example, a range E8 to K29 start from the cell E8 and extends till cell K29. അടുത്തത് റേഞ്ച് ഓഫ് സെൽസ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. പരസ്പരം ടച്ച് ചെയ്യുന്ന രീതിയിൽ ചതുരാകൃതിയിലോ അതല്ലെങ്കിൽ ഒരു സ്ക്വയറിൻ്റെ രൂപത്തിലോ തൊട്ടടുത്തുള്ള ഒരു കൂട്ടം സെല്ലുകളെയാണ് റേഞ്ച് ഓഫ് സെല്ല് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം. ഒരു എക്സാമ്പിളിന് E8 എന്ന സെല്ല് മുതൽ K29 എന്ന സെല്ല് വരെ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ഇതിനൊരു റേഞ്ച് എന്ന് പറയാം. റേഞ്ച് ഓഫ് സെൽ E8 to K29 എന്ന് പറയാം. ഓക്കെ. Do you know a new calc spreadsheet contains one worksheet but you can add more. നമ്മളൊരു പുതിയ കാൽക്കിൻ്റെ സ്പ്രെഡ്ഷീറ്റ് ഓപ്പൺ ചെയ്താൽ അതിൽ ഒരു വർക്ക് ഷീറ്റേ കാണുള്ളൂ. പക്ഷേ നമുക്ക് കൂടുതൽ വർക്ക് ഷീറ്റുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, സെലക്ടിങ് ഓർ ഡീസെലക്ടിങ് സെൽസ്. In calc, every task is performed within a cell. For this, you want to select or deselect cells. There are different options in calc for selecting cells. You can use either the mouse or keyboard to select cells. To select a range using mouse, follow the given steps. Step 1. Select the first cell of the range to be selected. Step 2. Hold down the left mouse button and drag it diagonally until all the required cells are selected. To select a range using the keyboard, press the Shift key and move to the last cell of the range using arrow keys. To select a complete column, just click on the column heading of the column. To select a complete row, just click on the row heading of the row. To select the entire worksheet, click on the cross section of the row and column heading. LibreOffice കാൽക്കിൽ എല്ലാ ടാസ്കുകളും സെല്ലിനകത്താണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സെല്ലുകളെ സെലക്ട് ചെയ്യേണ്ടതും ഡീസെലക്ട് ചെയ്യേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതാണ്. ലിബ്രെഓഫീസ് കാൽക്കിൽ സെലക്ട് ചെയ്യാനും ഡീസെലക്ട് ചെയ്യാനൊക്കെ വ്യത്യസ്ത ഓപ്ഷൻസുകൾ ലഭ്യമാണ്. മൗസ് ഉപയോഗിച്ചിട്ട് സെലക്ട് ചെയ്യാനുള്ള സ്റ്റെപ്പുകളൊന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് സെലക്ട് ചെയ്യേണ്ട റേഞ്ചിൻ്റെ ഫസ്റ്റ് സെല്ല് സെലക്ട് ചെയ്യാം. അതിനുശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം ഡയഗണലായിട്ട് നമുക്ക് ഡ്രാഗ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യാം. ഇതുപോലെ നമുക്ക് കീബോർഡ് ഉപയോഗിച്ചിട്ടും സെലക്ട് ചെയ്യാം. അതിനുവേണ്ടി ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് ആരോ കീ ഉപയോഗിച്ചിട്ട് ലാസ്റ്റ് സെല്ലിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് ആ ഒരു റേഞ്ച് സെലക്ട് ചെയ്ത് വരുന്നതായിട്ട് കാണാം. ഇതുപോലെ ഒരു കോളം മുഴുവനായോ റോ മുഴുവനായോ അതല്ലെങ്കിൽ വർക്ക് ഷീറ്റ് തന്നെ മൊത്തത്തിലോ നമുക്ക് വളരെ സിമ്പിളായിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. ഒരു കോളം കംപ്ലീറ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് കോളം ഹെഡിങ്ങിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ ഒരു റോ കംപ്ലീറ്റ് സെലക്ട് ചെയ്യണമെങ്കിൽ റോ ഹെഡിങ്ങിൽ
ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ ഒരു വർക്ക് ഷീറ്റ് കംപ്ലീറ്റ് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് റോ കോളം ക്രോസ് ചെയ്യുന്ന സെക്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് വർക്ക് ഷീറ്റ് മൊത്തത്തിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഷോർട്ട് കട്ട് കീസ്. പ്രസ് ഷിഫ്റ്റ് പ്ലസ് സ്പേസ് ബാർ ടു സെലക്ട് എ റോ ഇൻ വിച്ച് എ സെൽ ഈസ് ആക്റ്റീവ്. പ്രസ് കൺട്രോൾ പ്ലസ് എ ടു സെലക്ട് ദ എൻറ്റയർ വർക്ക് ഷീറ്റ്. നമുക്കൊരു സെല്ല് ആക്റ്റീവ് ആയിരിക്കുന്ന ആ റോ മൊത്തത്തിൽ സെലക്ട് ചെയ്യണമെങ്കിൽ ഷിഫ്റ്റും സ്പേസ് ബാറും ഒരുമിച്ച് പ്രസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഒരു വർക്ക് ഷീറ്റ് മൊത്തം സെലക്ട് ചെയ്യാൻ കീബോർഡിൽ കൺട്രോളും എയും ഒരുമിച്ച് പ്രസ് ചെയ്താൽ മതി. നാവിഗേഷൻ ത്രൂ സെൽസ്. You can navigate from one cell to another using the keyboard or mouse. Using the mouse, you can click on a particular cell. Horizontal and vertical scroll bar help to navigate the entire worksheet. Use the arrow key to move among the cells. കീബോർഡോ മൗസോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു സെല്ലിൽ നിന്നും മറ്റു സെല്ലിലോട്ട് നാവിഗേറ്റ് ചെയ്യാവുന്നതാണ്. മൗസ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമുക്കൊരു പർട്ടിക്കുലർ സെല്ലിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി ആ ഒരു സെല്ലിലോട്ട് നാവിഗേറ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടുള്ള സ്ക്രോൾ ബാർ നമ്മുടെ വർക്ക് ഷീറ്റ് മൊത്തമായിട്ട് നാവിഗേറ്റ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ ആരോ കീ ഉപയോഗിച്ചിട്ടും നാവിഗേറ്റ് ചെയ്യാം. കീബോർഡിലെ പേജ് അപ്പ് ആൻഡ് പേജ് ഡൗൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പേജ് വൈസ് ആയിട്ട് നാവിഗേറ്റ് ചെയ്യാവുന്നതാണ്. ഷോർട്ട് കട്ട് കീസ്. കൺട്രോൾ പ്ലസ് റൈറ്റ് ആരോ ടു ഗോ ലാസ്റ്റ് കോളം. കോളം അഡ്രസ് AMJ. Control plus down arrow to go last row. Row number 1,048,576. Control plus left arrow to go first column. Column address A. Control plus up arrow to go first row. Row address 1. നമുക്ക് ഈ കീബോർഡ് ഷോർട്ട് കട്ടുകളൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കാം. കൺട്രോൾ പ്ലസ് റൈറ്റ് ആരോ ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കോളത്തിലേക്കാണ് പോകുന്നത്. നമുക്ക് ഷീറ്റിൻ്റെ റൈറ്റ് സൈഡാണ്, വലത്തെ അറ്റത്തെ ഏറ്റവും അവസാനത്തെ കോളാണ് AMJ. ഇനി നമുക്ക് കൺട്രോൾ പ്ലസ് ഡൗൺ ആരോ അടിച്ച് നോക്കാം. ഷീറ്റിൻ്റെ ഏറ്റവും ബോട്ടം റോ ആണ്, അതായത് 10,48,576 റോ ആണ് ഇത്. അതുപോലെ കൺട്രോൾ പ്ലസ് ലെഫ്റ്റ് ആരോ അടിച്ച് നോക്കാം. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് കോളത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൺട്രോൾ പ്ലസ് അപ്പ് ആരോ അടിച്ച് നോക്കാം. ഏറ്റവും ഫസ്റ്റ് റോയിലായിരിക്കും വരിക. ക്രിയേറ്റിംഗ് എ ന്യൂ സ്പ്രെഡ്ഷീറ്റ്. യു ക്യാൻ ക്രിയേറ്റ് എ ന്യൂ സ്പ്രെഡ്ഷീറ്റ് ഓൺ LibreOffice Calc. To create a new spreadsheet, follow the given steps. Step 1. Click on New option from File menu. Step 2. Select Spreadsheet. A new spreadsheet window will be appeared. ഇനി നമുക്ക് പുതിയൊരു സ്പ്രെഡ്ഷീറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഫയൽ മെനുവിലുള്ള ന്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം സ്പ്രെഡ്ഷീറ്റ് എന്നിൽ സെലക്ട് ചെയ്യാം. നമുക്കൊരു പുതിയ സ്പ്രെഡ്ഷീറ്റ് അപ്പിയർ ആവുന്നതായിട്ട് കാണാം. നെക്സ്റ്റ്, എൻ്ററിങ് ഡാറ്റ. ടു എൻ്റർ ഡാറ്റ ഇൻ എ സെൽ, select the cell in which data is to be entered and type the data. Then press the enter key. When you press the enter key, the cursor moves to the cell below the previous active cell. When you type data in a cell, the data also appear at the formula box. At the same time, two buttons appear on the left of the formula box. The cancel button is used to cancel data entry before pressing enter key. You can also use escape key. The accept button is used to complete the data entry. അടുത്തതായിട്ട് എങ്ങനെ ഒരു സെല്ലിൽ ഡാറ്റ എൻ്റർ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡാറ്റ എൻ്റർ ചെയ്യേണ്ട സെല്ല് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് കീബോർഡിൽ ആവശ്യമുള്ള ഡാറ്റ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കീബോർഡിലെ എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഡാറ്റ എൻ്റർ ആയതായിട്ട് കാണാം. നമ്മളൊരു സെല്ലിൽ ഡാറ്റ എൻ്റർ ചെയ്യുമ്പോൾ ടൈപ്പ് ചെയ്യുന്ന ഡാറ്റ അതേസമയം തന്നെ ഫോർമുല ബാറിലും കാണാവുന്നതാണ്. ഈ സമയത്ത് ഫോർമുല ബാറിൽ രണ്ട് ബട്ടണുകൾ പ്രത്യക്ഷപ്പെടുന്നതാണ്. ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ബട്ടണും അതുപോലെ ക്യാൻസൽ ചെയ്യാനുള്ള ബട്ടണും. കീബോർഡിൽ എസ്കേപ്പ് കീക്കും അതുപോലെ എൻ്റർ കീക്കും പകരമാണ് ഈ ഓപ്ഷനുകൾ.
Editing a cell contents. Edit means overwriting or modifying cell contents. To edit the contents of a cell, select the cell and type the new data in the cell and press the enter key. Your data gets modified. നമ്മൾ ഒരിക്കൽ ഒരു സെല്ലിൽ ഡാറ്റ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പിന്നീട് മാറ്റം വരുത്തുകയോ അഥവാ മോഡിഫൈ ചെയ്യുകയോ അതല്ലെങ്കിൽ ഓവർറൈറ്റ് ചെയ്യുകയോ ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട സെല്ല് സെലക്ട് ചെയ്ത ശേഷം പുതിയ ഡാറ്റ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്താൽ മതി. നമ്മുടെ നിലവിലെ ഡാറ്റ മോഡിഫൈ ചെയ്യുന്നതാണ്. ഡിലീറ്റിംഗ് സെൽ കണ്ടൻസ്. You can delete the contents of a cell easily. To delete cell contents, follow the given steps. Step 1. Select the cell. Step 2. Click on Delete Contents from the Edit menu. The Delete Contents dialog box appears. Step 3. Click on Delete All checkbox. Step 4. Click on OK button. അടുത്തതായിട്ട് നമുക്കൊരു സെല്ലിലെ കണ്ടൻറ്റ് എങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ നോക്കാം. ഒരു സെല്ലിൽ ഉള്ള ഡാറ്റ ഡിലീറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. നമുക്കതിന് വേണ്ടിയിട്ട് ഡാറ്റ അടങ്ങിയ സെല്ല് സെലക്ട് ചെയ്യുക. അതിനുശേഷം എഡിറ്റ് മെനുവിലുള്ള ഡിലീറ്റ് കണ്ടൻസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഡിലീറ്റ് ഓൾ എന്ന് പറഞ്ഞത് ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ഇങ്ങനെ നമുക്ക് ഒരു സെല്ലിലെ കണ്ടൻറ്റ് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. Copying cell contents. You can copy the contents of a cell to other cells by using copy and paste commands. To copy the contents of the cell, follow the given steps. Step 1. Select the cell or range of cells. For example, select cell B2. Step 2. Click copy icon on the standard bar. Click the cell where you want the same content. For example, click on the cell B7. Step 4. Click on paste icon on the standard bar. നമുക്ക് ഒരു സെല്ലിലുള്ള കണ്ടൻറ്റിനെ മറ്റൊരു സെല്ലിലേക്ക് കോപ്പി ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കോപ്പി ചെയ്യാൻ നോക്കാം. എക്സാമ്പിളിന് B2 എന്ന സെല്ലിലെ ഡാറ്റ കോപ്പി ചെയ്ത് നോക്കാം. അതിനുവേണ്ടി B2 സെലക്ട് ചെയ്തു. അതിനുശേഷം സ്റ്റാൻഡേർഡ് ടൂൾ ബാറിൽ നിന്നും കോപ്പി ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏത് സെല്ലിലേക്കാണോ നമുക്ക് ഡാറ്റ പേസ്റ്റ് ചെയ്യേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്യാം. നമുക്ക് B7 എന്ന സെല്ല് സെലക്ട് ചെയ്യാം. നമ്മൾ B7 എന്ന സെല്ലിൽ ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് ബാറിൽ നിന്നും പേസ്റ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ബിയിലുള്ള കണ്ടൻറ്റ് B7ലേക്ക് കോപ്പി ആയതായിട്ട് കാണാം. നെക്സ്റ്റ്, മൂവിങ് ദ സെൽ കണ്ടൻസ്. യു ക്യാൻ മൂവ് ദ സെൽ കണ്ടൻസ് ഫ്രം വൺ സെൽ ടു സം അതർ ലൊക്കേഷൻ. യു ഹാവ് ടു യൂസ് കട്ട് ആൻഡ് പേസ്റ്റ് കമാൻഡ്സ്. To move the contents of a cell, follow the given steps. Step 1. Select the cell or a range of cells. For example, select the cell B2. Step 2. Click on cut icon on the standard bar. Step 3. Click the cell where you want to move the content. Step 4. Click on paste icon on the standard bar. അടുത്തതായിട്ട് നമുക്ക് ഒരു സെല്ലിലെ കണ്ടൻറ്റ് മറ്റൊരു സെല്ലിലേക്ക് എങ്ങനെ മൂവ് ചെയ്യുക എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് കട്ട് ആൻഡ് പേസ്റ്റ് കമാൻഡാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ മൂവ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടി ഒരു എക്സാമ്പിളിന് നമുക്ക് B2 സെല്ലിലുള്ള ഡാറ്റ ഉപയോഗിക്കാം. അതിന് വേണ്ടി നമ്മൾ B2 സെൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം സ്റ്റാൻഡേർഡ് ബാറിൽ നിന്നും കട്ട് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഡാറ്റ മൂവ് ചെയ്യേണ്ട സെല്ല് സെലക്ട് ചെയ്യുക. നമുക്ക് ഇവിടെ B7 എന്ന് പറഞ്ഞ സെല്ല് തന്നെ എടുക്കാം. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് ബാറിൽ പേസ്റ്റ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് B2യിലുള്ള ഡാറ്റ B7ലേക്ക് മൂവ് ആയതായിട്ട് കാണാം. സേവിങ് എ വർക്ക്ഷീറ്റ്. ടു സേവ് ദ സ്പ്രെഡ്ഷീറ്റ്, ഫോളോ ദ ഗിവൻ സ്റ്റെപ്സ്. സ്റ്റെപ്പ് 1. ക്ലിക്ക് ഓൺ ഫയൽ മെനു. സ്റ്റെപ്പ് 2. ക്ലിക്ക് ഓൺ സേവ് ആസ് ഓപ്ഷൻ. ദ സേവ് ഡയലോഗ് ബോക്സ് അപ്പിയേഴ്സ്. സ്റ്റെപ്പ് 3. ടൈപ്പ് ദ ഫയൽ നെയിം. സ്റ്റെപ്പ് 4. Click on Save button. Now the spreadsheet is saved in the computer. ഫയൽ മെനുവിലുള്ള സേവ് ആസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ ഡയലോഗ് ബോക്സിൽ ഫയൽ നെയിം കൊടുക്കുക. അതിനുശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ടൈറ്റിൽ ബാറിൽ കൊടുത്ത പേര് വന്നതായിട്ട് കാണാം.
കമ്പ്യൂട്ടറിൽ ഇപ്പോൾ സ്പ്രെഡ്ഷീറ്റ് സേവ് ആയിട്ടുണ്ട്. ഓപ്പണിംഗ് ആൻ എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റ്. To open an existing presentation, follow the given steps. Step 1. Click on File menu. Step 2. Click on Open option. The Open dialog box appears. Step 3. Select the file to be opened. Step 4. Click on Open button. Now the existing spreadsheet is open. You can enter more data in the opened spreadsheet. നിലവിലെ ഒരു വർക്ക് ഷീറ്റിനെ ഓപ്പൺ ചെയ്യാൻ, അതായത് നമ്മൾ മുമ്പ് സേവ് ചെയ്ത് വെച്ചത് ഓപ്പൺ ചെയ്യാനുള്ള സ്റ്റെപ്പുകളാണ് പറയാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഫയൽ മെനുവിൽ ഓപ്പൺ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഓപ്പൺ ഡയലോഗ് ബോക്സ് അപ്പിയർ ആവും. അതിനുശേഷം നമുക്ക് ഓപ്പൺ ചെയ്യേണ്ട ലിബ്രിയോഫീസ് കാൽക്കിൻ്റെ ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓപ്പൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ നമുക്ക് എക്സിസ്റ്റിംഗ് വർക്ക് ഷീറ്റ് ഓപ്പൺ ചെയ്യാം. ആവശ്യമെങ്കിൽ നമുക്ക് ഇതിലേക്ക് കൂടുതൽ ഡാറ്റകൾ എൻ്റർ ചെയ്തുകൊണ്ട് വീണ്ടും സേവ് ചെയ്യാവുന്നതാണ്. ലെസൺ സമ്മറി. സ്പ്രെഡ്ഷീറ്റ് ഈസ് എ ലാർജ് ഷീറ്റ് വിച്ച് കണ്ടെയ്ൻസ് ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ. സെൽസ് ആർ ക്രിയേറ്റഡ് ബൈ ദ intersection of rows and columns. Editing cell means overwriting or modifying cell contents. When you type data in a cell, the data also appear in the formula box. You can move the cell contents from one cell to some other location. Copy the contents of a cell to other cells by using copy and paste commands. Dear students, LibreOffice Calc doesn't end here. We will learn more in the next chapter. Okay, thank you.